ഹായ് ഹലോ, ദാണ്ടെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്ത് വന്നേ. നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി X2-ൻ്റെ വീഡിയോ കണ്ടാലോ? ബീഫും ചിക്കനും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നതിനും ഉപരി ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ദാണ്ടെ ഞാൻ ഒരു 4 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് ബട്ടറിലോട്ടോ വെളിച്ചെണ്ണയിലോട്ടോ ഏതിനകത്തായാലും എഗ്ഗ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്ത് അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു മീഡിയം 2 സവാള നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞ സവാളയും ആ ബട്ടറിലോട്ടിട്ട് ഒന്ന് വാടിയെടുക്കുകയേ ചെയ്യാവൂ. ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്യരുതേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ ഞാൻ മറന്നു പോയതാണ്, നിങ്ങളിടാൻ മറക്കരുത്. എന്നിട്ട് ക്യാരറ്റും അതേ സെയിം ബൗളിൽ തന്നെ കുറച്ച് അധികം ഗ്രീൻ പീസും കൂടി ഇട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോഴത്തേക്കും നമുക്ക് തന്നെ അതിൻ്റെ അരപ്പ് ചേർക്കാം. കുറച്ച് തേങ്ങ, ഞാൻ ഒരു 2 കപ്പ് തേങ്ങയും ജീരകവും കുതിർത്ത് വെച്ചിരുന്ന കശുവണ്ടി പരിപ്പും 2-3 പച്ചമുളകും കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ. അപ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ ഒരുമാതിരി വാടി കാണും. അതിലോട്ട് നമ്മൾ ഈ മിക്സ് അങ്ങ് ഒഴിക്കുമ്പോഴത്തേക്കും ഏറെക്കുറെയൊക്കെ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞു. പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ നോക്കിയിട്ടിടണം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെക്കുമ്പോഴത്തേക്കും 2-3 തിള വരുമ്പോഴത്തേക്കും ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയും കൂടി ഇട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി തീ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തുറന്ന് വെച്ച് തന്നെ വേവിക്കണം. ആവശ്യത്തിന് കുറച്ച് കുരുമുളകും ആവശ്യത്തിലേറെ മല്ലിയിലയും കൂടി ഇട്ട് നല്ല ചൂട് പാലപ്പത്തിൻ്റെ കൂടെയോ നൂലപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ആവിയിൽ വേവിച്ച ബ്രെഡിൻ്റെ കൂടെയോ ഇത് കുറച്ച് എടുത്ത് വെച്ചങ്ങോട്ട് കഴിക്കണം. ഇനി ഈ ക്രിസ്മസിന് നമുക്ക് X2 കൂടെ ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. അപ്പോൾ എൻ്റെ വീഡിയോത്തിലൊക്കെ മിസ് ചെയ്യൂ.